ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഉച്ചക്ക് തുടങ്ങിയൊരു പെരും മഴയാണല്ലേ അമ്മമ്മ? പെരും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മഴ പെയ്തില്ല. 2 ദിവസമോ കുറേ ദിവസം മഴ ചെയ്തിട്ടില്ല. ഇന്ന് നല്ലൊരു മഴ പെയ്ത് ഇപ്പം തോന്നിട്ടുള്ളൂ ഗൈസ്. ഉച്ചക്ക് 2 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോൾ ടൈം എത്രയായി? 4:30 മണിയായി. ഇതുവരെ മഴ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കൂടെ ഒക്കെ ആകെ മഴ നനഞ്ഞിട്ട് ആകെ ഇതായില്ലേ അമ്മ? ആകെ ചളിപിളിയായി. നിങ്ങൾക്ക് അറിയുന്ന കാര്യം കാരണം നമ്മൾ ഈ പരിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അവസ്ഥ ഇക്കാരം ആകെ വൃത്തിയില്ലാതെ എന്താ പറയുക ചളി പിളി അവസ്ഥ ഇക്കാരം. അപ്പോഴാണ് നമ്മളോട് ഇമ്മ പറഞ്ഞത് എന്തായാലും വൈകുന്നേരം ആയില്ലേ ഇമ്മ ചിക്കനും കൊണ്ടല്ലേ എനിക്കറിയില്ല, ചിക്കനും കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ ആ സാധനങ്ങളൊന്നും നമ്മളെ പരിയിലില്ല. നമ്മൾ വാങ്ങാൻ വേണ്ടി പീടിക്ക് പോകാൻ നിൽക്കുകയാണ്. ഉമ്മാൻ്റെ മാരിൽ കഴിഞ്ഞില്ലേ ഉമ്മ? കഴിഞ്ഞോ? മാറ്റട്ടെ. ഇമ്മ പർദ്ദ ഇടാൻ വേണ്ടി പോയിക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താടാ? എന്തോ ഒരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതായത് സ്പെഷ്യലായിട്ട് എന്തോ സാധനം ഉണ്ടാക്കുകയാണെന്നാണ്. എന്താ സാധനം എന്ന് ഞങ്ങൾക്കും അറിയില്ല. എന്താ സാധനം എന്ന് ഉമ്മാക്ക് തന്നെ അറിയുള്ളൂ. അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാം അത് എന്താണ് സാധനം എന്ന്. എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം, എന്നാലേ ഞങ്ങൾക്ക് സാധനം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ പടത്തിലുണ്ടല്ലോടാ, മറ്റേ കോയിനെ ഇതാക്കിയിട്ട് വലത്തോട്ട് ചെരിക്കുക, അങ്ങനത്തെ രീതിയിലായിപ്പോവും. കഴിഞ്ഞില്ലമ്മ ഒരു പർദ്ദ ഇടാനാണ് അത്രക്ക് ടൈം. സാധനങ്ങളെ ലിസ്റ്റും മലെടുത്തില്ലേ? കുറച്ച് സാധനങ്ങളെ ലിസ്റ്റ് ഉണ്ട്. നമ്മളിനി നേരെ പീടിക്ക് പോകാൻ നോക്കണം. അപ്പം നമുക്ക് അവിടെ തിരി കാണാം. മഴ വരുന്നുണ്ട്. പെട്ടെന്ന് കോട്ടൊന്നും വേണ്ട, ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. ആകെ 1 കിലോമീറ്റർ പോലും ഇല്ല നമുക്ക് പീടിക്ക്. പെട്ടെന്ന് പോയി തരാം. 3 ആൾക്കാരാണ് ബൈക്ക് അങ്ങനെയൊന്നും പറയല്ലടാ. 3 ആൾക്കാരെ തെളിയിച്ചു കൊടുത്തു. ഞാൻ കയറിയിട്ടില്ലേ, ഞാൻ കയറിയിട്ടില്ല. ഇന്ന് വീഡിയോയില് ഞങ്ങൾ 2 ആളും ഇല്ല, ഇമ്മയാണ് മെയിൻ ആയിട്ട്. കാരണം ഉമ്മാന്റെ വ്ളോഗാണ്. കുറെ ആൾക്കാർ പറഞ്ഞു കുക്കിംഗ് വ്ളോഗ് വേണം, സ്പെഷ്യൽ ആയിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കരുത്. തന്നെ ഗായ്സ്, ഇവൻ സ്വന്തമായിട്ട് 8 കാലിനെ വളർത്തുന്നുണ്ട്. മേത്ത് നമ്മളോട് പറയാനൊരു കാര്യം പറഞ്ഞു. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതും കാണണം. ഇവനോട് എന്റെ കൃതാവ് ഒന്ന് ഷേപ്പാക്കി തരാൻ പറഞ്ഞിട്ട് ഇപ്പം കാട്ടി വെച്ച പോലെയാണിത്. കൃതാവ് ഓന്റെ ഇവിടം വരേണ്ടെന്ന് എനിക്ക് അറിയില്ല. ഗായ്സ്, നല്ല മേക്ക് കാട്ടി കൊടുത്താണ്. ഓ പറഞ്ഞു കുറച്ചും പാടെ മേൾക്ക് വേണം പറഞ്ഞപ്പോ അങ്ങനെ സെറ്റ് ആക്കി കൊടുത്താണ് അല്ലേ? എന്നാ സാധനങ്ങൾ പർച്ചേസ് ചെയ്തോ. കാക്കൊക്കെ അങ്ങോട്ട് വിളിച്ചാൽ വരും. ആദ്യം നമുക്ക് ചിക്കന് പിന്നെ അവിടെ പോയി വാങ്ങണ്ടേ? അതൊക്കെ ചിക്കന്റെ സെക്ഷൻ. ആദ്യം ഇത് പറ എന്തൊക്കെ സാധനങ്ങൾ ഓരോന്നും എടുത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കിട്ടോ. 1 കിലോ വല്ലുള്ളി 1 കിലോ. അത് ഉണ്ടാക്കേണ്ട എത്ര വാങ്ങിയാ മതി? 1 കിലോ വാങ്ങൊന്നും വേണ്ട. 1 കിലോന് ഏതായാലും 1 കിലോ വാങ്ങ. ഗൈസ്, നമ്മള് ഇമ്മമാനെ കൊണ്ടുവന്നിട്ടില്ല. ഇമ്മമാനെ പെരീന്ന് നിർത്തി പോന്നിക്കാണ്. എണ്ണിമാക്ക് മറ്റേ വരാൻ നമുക്ക് വണ്ടിയില്ല. പിന്നെ ആകെ ഉള്ളത് ആ ഒരു ഒറ്റ വണ്ടിയിലുള്ളൂ. അതിന്മേൽ ഏറ്റി വലിയ നടക്കൂല. അതുകൊണ്ട് ഞങ്ങൾ 3 ആളും ഇങ്ങോട്ട് പോന്നു. 4-5 ആൾക്ക് വാങ്ങാൻ കയറാൻ പറ്റിയ വണ്ടി വാങ്ങിക്കൂടെ? ബൈക്ക് പോയി വാങ്ങിക്കിട്ട് വണ്ടി വാങ്ങാൻ പൈസ വേണ്ടേ? 2 കിലോനോ 2 കിലോ തക്കാളി കൊടുക്കൽ നിങ്ങൾ. അടുത്തെന്താ? ക്യാരറ്റ്. പിന്നെന്താ ഇനിയിപ്പോൾ എടുക്കണീനെന്താ? ഗായ്സ്, ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ കൂപ്പൺ ഉണ്ട് എന്നാ പറഞ്ഞത്. അത് നമ്മളെ കൊണ്ട് നറുക്കെടുക്കാനാണ് പറഞ്ഞത്. ഇമ്മ എടുക്കൂലേ? എടുത്തോക്കെ ഗായ്സ്. അഥവാ എന്തെങ്കിലും സമ്മാനം ഉണ്ടോ? ഒരു 5 മുട്ട. പിന്നെ ഞങ്ങളിപ്പോ എന്തിനാ എടുക്കേണ്ടത്? മല്ലിച്ചപ്പ്. നമ്മൾ എടുത്തു കൊടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് എടുത്തു കൊടുക്കാം അല്ലേ? ഇത് കഴിഞ്ഞിട്ട് എടുത്താ പോരെ? എങ്ങനെ? എനിക്കറിയില്ല, ഞാൻ കൂപ്പൺ എടുത്തിട്ടില്ല. നമ്മളിവിടെ സാധനം എടുക്കുമ്പോഴല്ലേ കൂപ്പൺ കിട്ടുക? ഇല്ല, നമ്മൾ എടുത്തിട്ടില്ല. ഇത് ഓണത്തിന് തന്നെയല്ലേ? 500 രൂപ മുകളിൽ സാധനം എടുക്കണം. നിങ്ങളാരും പറഞ്ഞില്ല. അത് ഓണത്തിന് വാങ്ങണേ, അല്ലാതെ ഏതെങ്കിലും കൊല്ലം ഓണത്തിന് മുന്നേ വാങ്ങിയിരുന്നു. അതാണ് ഓണത്തിന്റെ ഓഫർ. നമ്മളറിയില്ലല്ലോ. ചെറുള്ളി ഇരിക്കി 500 ചെറുള്ളി ഇരിക്കി. അടുത്തത് 500 ചെറുള്ളി.
ഉള്ളി അവിടെ ഇല്ലേനി അപ്പൊ രസം വാങ്ങാണിത് ഇതായിക്കില്ല ഉള്ള സാധനങ്ങൾ പറയുമ്പോ ആ കഴിഞ്ഞു തന്നെ ഇല്ലാത്ത ഇത് കമ്പനീന്റെ പേരിൽ എഴുതൂലട്ടോ ഗൈസ് ഇല്ലാത്ത സാധനങ്ങളുണ്ട് മല്ലിച്ചപ്പമാണ് ടാക്കാ ഗൈസ്. അങ്ങനെ നമ്മള് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ വാങ്ങിക്കണേ ഇനി അതിൻ്റെ ഉള്ളത് വേണം ഇനി അതിനുള്ള അരിയോ അരിയൊന്നും ഇനി ചേച്ചി 5 മുട്ട. വേറെന്താ വേണ്ടിയേ? വേറെ ഒരു സാമ്പാർ പൗഡർ വേണം. ഒരു സാമ്പാർ പൗഡർ. ഇതൊന്നും സാമ്പാറല്ല ഗൈസ് അവിടെ ഉണ്ടാക്കാൻ അത് കൂട്ടാനായിട്ട് കാണാൻ അവിടെ ഇല്ല കഴിഞ്ഞേക്കണ ഏതായാലും നമ്മൾ ഉമ്മ എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു വെറൈറ്റി സാധനം പെരിയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങൾ വാങ്ങാനേ വന്നത്. എടുക്കാൻ പറഞ്ഞു ഞാൻ മുട്ട 5 മുട്ടയും ഇതും കോഴിയാണല്ലേ ഇനി ഗൈസ് കോയും ഇത് എനിക്ക് തോന്നുന്നു പച്ചക്കറി നമ്മൾ ഇതിന്റെ പേരിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പെരീക്കുള്ള സാധനം വാങ്ങണോടെ. കോഴി എത്ര വേണ്ടിയ? കോഴി 200 രൂപയ്ക്ക് 2 പൈസ അല്ലേ? അതാ ഞാൻ പോയിട്ട് കോഴി കോഴി വാങ്ങിത്തരാം. ഇത് 195. അത് അനിയൻ തരും. പേയ്മെന്റ് കൊടുക്കണം. ഗൈസ് ഇവിടെ ഒരു നറുക്കെടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ നറുക്കെടുപ്പുമ്പാടെ നമുക്ക് എടുത്തിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വേണം പെരീക്ക് പോകാൻ. ആ ചേച്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതായത് 500 രൂപേനെ മുകൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ എന്നല്ല കേട്ടോ ഗൈസ്. 500 രൂപേനെ മുകൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ ഉണ്ട്. അപ്പോൾ ആ കൂപ്പൺ നമ്മളെ കൊണ്ട് നറുക്കെടുക്കാനാണ് ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞത്. നമുക്ക് എടുത്തു നോക്കാം. ഉമ്മ എടുത്തോ ഒന്ന് കുലുക്കിയിട്ട് എടുത്തല്ലേ? അമ്മ ഞാൻ പിടിച്ചാ ഒന്നിങ്ങനെ കുലുക്കിയിട്ടൊക്കെ എടുത്തോ. ആയിക്കോട്ടെ നിങ്ങൾ വീഡിയോ എടുത്തോളി. സുബിൻ കേസ്. ഇത് ഇനി അതിലെന്താണോ ഉള്ളത്? പ്രോത്സാഹന സമ്മാനം പറഞ്ഞു കഴിഞ്ഞാല് ആണോ? ഇനിയിപ്പോ ഈ കുട്ടീനെ കിട്ടാനോ ആണോ? നിങ്ങൾ എടുത്തേക്കൂല ഇനി? ഞാൻ അടുത്ത ആഴ്ച ഗൈസ് അടുത്തത്. ഇനി നേരെ ഗൈസ് ചിക്കൻ വാങ്ങിയിട്ട് നേരെ പെരിക്ക് പോവുക. അവിടെ പോയിട്ട് വേണേ നമുക്ക് ഫുള്ള് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. മുട്ട എവിടെ ചോദിച്ചേ? ആണോ? ഓക്കെ. സമ്മന്തിയായോ? ഇതിൽ മുട്ടല്ല നിങ്ങളെ കണ്ടല്ലോ. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി അത് എളുപ്പം ഉണ്ടാക്കാൻ നോക്കട്ടെ. അതെ ഗൈസ് ഇമ്മമ്മ അപ്പൊ ഇതിന് നമ്മൾ ആരും അറിയാതെ അടുക്കളൊക്കെ അടിച്ചു വരുന്നുണ്ട് അല്ലേ? എന്നാ വേഗം സ്റ്റാർട്ട് ചെയ്തോളി. കെഗ്ഗിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് വേവിക്കണം. ഞാൻ കെഗ്ഗി അത് ഈ പർദ്ദൊക്കെ ഒന്ന് കഴിച്ചിട്ടോ. എന്നാ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം ഗൈസ്. എന്നാ ഞങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അരിയാണ്ടെങ്കിൽ അരിയാണെന്തെങ്കിലും തരും. എന്നാ പെട്ടെന്ന് പരിപാടി ചെയ്യുമല്ലോ. നമുക്ക് എന്തെങ്കിലും അരിയാണ്ടെങ്കിൽ അരിയാനുള്ളത് ഗൈസ്. നമ്മൾ കുറേ നാളായിട്ടോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് കരുതി ഇന്ന് നമ്മളങ്ങനെ കരുതി നമുക്കൊന്ന് വെച്ചുണ്ടാക്കി നോക്കാമെന്ന്. ഈ 3 ഉള്ളി ചെറുതാക്കി കുനുകുനാന്നരിയണം. എങ്ങനെ? സവാളൊക്കെ അരിയണോ വായിക്കാണോ? ചെറുതാക്കി. സവാള അതന്നെയാണ് സവാള. അതായത് എന്താ പറയാ ചർലാസ് കരിയണ വായിക്കാണോ? ചെറുതാക്കി അരിയണം. ചർലാസ് കരിയണ വായിക്ക്. ഓക്കെ അത് ഞാൻ ഏറ്റു. ഇനി അടുത്ത് ഉമ്മമകളുടെ പണി ഇതും തൊലിക്കണം. ഇത് മൂസല്ലതാ? ഇഞ്ചിയും വെളുത്തുള്ളി ഇതും തൊലിച്ചണം കേട്ടോ. അപ്പത്തിന് പോയാണ്ട് ഉമ്മ ചിക്കൻ കഴിക്കിട്ട് വരും. കട്ട് ചെയ്യാനുള്ള ബോർഡ് ഇടുമ്മ. ബോർഡിന് എന്താ പ്രശ്നം? ഒരു കമന്റ് അറിയണ്ടേ ഇത് മാറ്റിക്കൂടെയൊക്കെ. എന്തിന് ഗൈസ്? ഇതാണ് കേട്ടോ നമ്മളെ ബോർഡ്, അരിയാനുള്ള ബോർഡ്. ഇമ്മ അതിന്റെ അടിയൊക്കെ എന്തൊക്കെയാ പറയണ്ട ആൾക്കാർ പറയണ്ട് ഗൈസ് ഇത് മാറ്റിക്കൂടെന്ന്. നമ്മൾ എന്ത് ചെയ്യാനാ അല്ലേ? നമ്മളതിനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഉമ്മക്ക് അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഗൈസ്. ആൾക്കാർ കാണും. ഉമ്മമാർക്കും അങ്ങനെയാണ്. ആൾക്കാർ എന്താ കരുതുക ഗൈസ്? നമ്മൾ ആൾക്കാർ എന്ത് കരുതുക നോക്കിയിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല. എന്നാ ഇമ്മ വേഗം പോയിട്ട് ആ ചിക്കൻ എടുത്ത് കേൾക്കളി. നമുക്ക് പിന്നെ ഉള്ളി ഇതാക്കട്ടെ. ഞമ്മക്ക് എന്തായാലും ഇനി ചിക്കൻ കേൾക്കാം. വല്യമ്മ അവിടെ കേക്കിൽ തുടങ്ങിക്കണ്. മാമ കേക്കിൽ തുടങ്ങിയോ? ഞാൻ വേഗം ഇതായിക്കോളി. നടന്നോളി, വേഗം നീട്ടി നടന്നോളി ഗൈസ്. ഒരു നല്ലൊരു മഴ പെയ്ത് ചോർന്നിട്ടുള്ളൂ അല്ലേ? പെയ്യും തോന്നണല്ലേ? അപ്പം അതിന് മുമ്പായിട്ട്
വേഗം പരിപാടി തുടങ്ങാം. അല്ല ഇനിയിപ്പോൾ എന്തായാലും പെയ്താലും കുഴപ്പമൊന്നുമില്ല, പേരൻ്റെ ഉള്ളിലല്ലേ. ഇവിടെ എന്തായി അരിഞ്ഞോ? ചിക്കൻ വേവിക്കണം ആദ്യം കുറച്ച്. വേവിച്ചേ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് പകുതി വേവിൽ ഇതാക്കാനാ. പകുതി വന്നിട്ട് അത് നമ്മളിങ്ങനെ പിച്ചെടുക്കും. നമുക്ക് ഗൈസ് ഇവിടെ ചെറിയൊരു അടുക്കളയാണ്, വെക്കാൻ സ്പേസ് ഇല്ലല്ലോടാ. മൊത്തം സാധനങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നിന്ന് തിരിയാനുള്ള വലിയൊരു അടുക്കള ഉണ്ടാക്കണം എന്നാണ് ഗൈസ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഇൻഷാ അല്ലാ നമുക്കൊന്ന് ശരിയാവട്ടെ. അല്ല ഇത് എങ്ങനെയോ അരിയോലോ, ഇത് എങ്ങനെയാണ് അരിയേണ്ടത്? പക്ഷെ വേറെ രീതി ഉണ്ട് ഇതിന് അരിയാൻ. ഇങ്ങനെ ആക്കിയിട്ട് കല്യാണത്തിന് ആൾക്കാരൊക്കെ അരിയാൻ കണ്ടിട്ടില്ലേ, സ്പീഡായിട്ട്. അങ്ങനെ അജ്ജ് നോയിക്കോട്ടോ, എന്റെ ഇറച്ചിയും കൂട്ടി തിന്നേണ്ടി വരും. സിമ്പിൾ വല്ല പണി, ഉമ്മക്ക് വേറെ എന്തെങ്കിലും പണി കൊടുക്കും. ക്യാറ്റ് ആയിക്കോട്ടെ എന്നാ. അപ്പൊ കഴിച്ച് നമ്മുടെ ഫസ്റ്റത്തെ പണിയാണ് സവാള അരിയല്. ഇമ്മ അവിടെ ചിക്കൻ കഴിക്കുന്നുണ്ട്, ഇമ്മ മൈക്കോടി തേരാപ്പാല നടക്കുന്നുണ്ട്. ചിക്കൻ കഴുകി കൊടുക്കുന്നു. എന്ത് ഇതൊന്ന് വേഗം ജസ്റ്റ് പകുതി വേവണ ആവണ വരെ ചിക്കൻ ആക്കല്ലേ. അതെന്താ ക്യാരറ്റ് എന്താ കാട്ടണ്ടി? ക്യാരറ്റും ചരണ്ടിങ്ങാട് ചെറുതാക്കി അരിയാ, ഇതേപോലെ അരിയ ചെറിയ കണ്ടങ്ങളാക്കി അരിയ. ക്യാരറ്റ് എത്ര മാമ? ഒന്ന് മതി. ഉമ്മ പറഞ്ഞു കൊടുക്കട്ടോ, ഞങ്ങൾക്ക് ആർക്കും ഇതിനെ പറ്റി ഒരു തേങ്ങ അറിയില്ല. ഉണ്ടായി വന്നിട്ട് ഞങ്ങളുടെ അരിഞ്ഞിന്റെ പ്രശ്നം എന്ന് പറയരുത്. മെല്ലെ ഞങ്ങളെ അരിക്കിടാൻ വെക്കരുത്. കയ്യിൽ കിട്ടും മാമ. ഇങ്ങനല്ലേ ഇങ്ങനെ ഇല്ല ഇത് തുടങ്ങിയിട്ടുള്ളൂ. വിരല് പോകുന്നോ? ശീലക്കണ്ടല്ല മറ്റേ സാധനല്ല, ഗ്ലൗ ആയിക്കൊരു സാധനം ഉമ്മക്ക് പറ്റൂല. ഇവിടെ കാണാനല്ല ബലൂൺ ഉണ്ട്, അത് മതിയോ? ബലൂൺ കൊടുക്കാൻ പറ്റൂല. ഉള്ളി കുറേ വേണോ? ഉള്ളി വേണ്ടപ്പോ അതായത് 3 ഉള്ളി വേണം. 3 വല്ലുള്ളി, ചെറിയ ചെറിയ സവാളക്ക് അരിയണ വൈക്ക്. സവാളക്കോ സവാളല്ല അത്, ഇതിന് ചർലാസിന് അരിയണ വൈക്ക് അരിഞ്ഞെടുക്കുക. നമുക്കൊരു കുക്കിംഗ് ബ്ലോഗ് തുടങ്ങല്ലേ. ഉണ്ടാക്കാം ഓരോ ഇത് ഉണ്ടാക്കുക എന്നിട്ട് അതിനൊരു പേര് വിടുക. ഇപ്പോ സാധനമൊക്കെ കിട്ടിയാൽ പച്ചമുളക് അന്നാ തിന്നാ പച്ചമുളക്. അതെ മോളല്ലേ എടുത്തത്, ഓളെ നല്ല എരിവിൽ നോക്കി എടുക്കുക. ഞാൻ ഞാൻ ഇട്ടിക്കണാണ്. ഒരു ക്യാരറ്റും 3 ഉള്ളിയും പിന്നെ ഇഞ്ചി എത്ര വേണ്ടിയേ? ചെറുത് ചെറിയൊരു ഇഞ്ചി കണ്ടോ, 3-4 പിന്നെ വെളുത്തുള്ളി. ഇതെന്താ? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണോ അതോ ഓയിൽ ഒഴിച്ചേ? വെളിച്ചെണ്ണ. 2 പിഞ്ച് പിന്നെ ഉപ്പും കൂടി ഇട്ടാല് വേഗം വയൻ്റെ ഇട്ടത്. ഇതായി ഒരു വലിയ ക്യാപ്സിക്കം മുളക്. അതുണ്ട് പച്ചമുളക്. ഇതെന്താ ചതക്കണമ്മ? ഇഞ്ചി വെളുത്തുള്ളി. ഇന്ന് നമ്മളൊരു 1.5 സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. ഉണ്ടായി വരുമ്പോ ഈ പണി തിന്നുള്ള സാധനം ഇല്ല. തുണിയും കൂട്ടിയൊക്കെ മുറിച്ചിട്ട് നിൽക്കുന്നത് കെട്ടുണ്ട്. തുണി കെട്ടി നീക്കി വെക്കി, തുണിയും കൂട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കയ്യോ കിടമ്മ മെല്ലെ മെല്ലെ നോക്കിയിട്ട് മുറിച്ചാൽ മതി. പിന്നെ കാന്താരി മുളകല്ല, പച്ചമുളക് ചതച്ചത്. എത്ര 4 ഇത് കൈകട്ടെ. ഇതെന്താ? മല്ലിച്ചപ്പ്. ചെറുതാക്കി അരിയണേ. ഇവിടെ ക്യാരറ്റ് ഇട്ടോ. ക്യാരറ്റ് ഈ ചിക്കൻ ഇതൊന്ന് എടുത്തിട്ട് നമ്മള് ചൂടാറാൻ വെക്കണം. ഇതിപ്പോ മുളകും ഇഞ്ചി ഇട്ടേക്കും. ഇഞ്ചി മുളകും ഉള്ളി വെല്ലുള്ളി ക്യാരറ്റും അത്ര സാധനങ്ങള് ഇതാക്കിയില്ലേ. അതാ പിന്നെ മഞ്ഞളും ഉപ്പും ഇട്ടത്. കരിവേപ്പിൻ്റെ ഇല ഉണ്ടോ ഇതില്? ഇത് നമ്മളിഞ്ഞേ ഇട്ടാണിച്ചേ. കരിവേപ്പിൻ്റെ ഇല വേണം കൊണ്ടിട്ടേ. കരിവേപ്പിൻ്റെ ഇല നമ്മളുടെ മുറ്റത്ത് ചെറിയൊരു തൈ ഉണ്ടല്ലേ മമ്മ? തയ്യൊക്കെ കൊല്ലങ്ങളയക്കണ വെച്ചിട്ട് 10 കൊല്ലത്തിനൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് ചെറിയ തൈ ഉണ്ടായത് അതിനൊന്ന് ഇട്ടോണ്ട് പിന്നെ എവിടുന്നേലൊക്കെ കുത്തുമ്പോ കൊണ്ടു. ഇതൊന്ന് ചൂടാണ്. അതേ ഫാനിന്റെ ചോട്ടിലൊന്ന് കൊണ്ടുവച്ചാ പൂച്ച ഒന്ന് കൊണ്ടുപോകോ? നമ്മക്കില്ലെങ്കിലും വേറെ പൂച്ച, ഒരു പൂച്ച വരാണ്ട് ഇവിടെ. ഒരു മഞ്ഞയും
വെള്ളി നല്ല രസമുണ്ട് പറഞ്ഞു നല്ല ചൊറുക്കിലൊരു പൂച്ചാണ് നമ്മൾ പരിഗണിച്ചില്ല മതിയായി പൂച്ച നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ അരിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവണേയും പാടെന്ന് അറിഞ്ഞാൽ മതി. ഇത് വഴറ്റി കഴിഞ്ഞമ്മ ഇല്ല ഒന്നും കൂടി ആവട്ടെ. കുറച്ചുകൂടി കരിയേപ്പിൻ്റെ അത് ചൂടാറിയിട്ട് അവൻ കൂടി ഇതിൽ കൂടെ ഒന്ന് ഇതാക്കാണ്ട് പുല്ല രസം കൂടി പുട്ടത്തില്ല ഇനി തീരെ ഇട്ടിട്ടില്ലേ ആത്ത വയലാൻ വേണ്ടിയിട്ടുള്ളൂ. അല്ല എരു കുഴപ്പമില്ലല്ലോ മാനുവോ ഇത് ആവശ്യത്തിന് ഇരുട്ടള കയറണ്ട പോകേണ്ട ചൂടാറിയൊക്കെ അല്ലേ. ഇത് ഇനി എന്താ കാട്ടേണ്ടി അറിയാം, ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ പാത്രത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പിച്ച ഇങ്ങനെ അതായത് പിച്ച് പിച്ച് ഇടണം. എനിക്കിഷ്ടം. ആ എന്നാ പിച്ചിക്കൂടും കജ്ജി അല്ല വലിയമണ്ണ് വരിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അല്ല യൂട്യൂബിൽ നോക്കി കണ്ടതാണോ അതും അറിയില്ല. ഇത് നമ്മളെ മേത്താണോ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് അതും അറിയില്ല. അത് പണ്ട് ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് ഓർമ്മല്ലായിട്ടാണ്. എന്നാണ്ടാക്കിനെ ഞാൻ അത് ഗൾഫിൽ നിന്ന് പഠിച്ചല്ലേ. ആണോ ഇവിടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊരു ചരിത്രമുണ്ട്. ഉമ്മാന്റെ ബാക്കില് ഇന്ന് ഗൾഫിൽ ഷെഫായിരുന്നു. അതെ അടിപൊളി മുല്ല ഉണ്ടാക്കുവേനി. പിന്നെ എന്ത് പറ്റി? നിങ്ങൾ പോവാനേക്കണ്ടേ? അതൊന്നല്ല, ഫുഡ് മോശമാണപ്പോ അവിടുത്തെ ഫീൽ എടുത്താണ്ട് പുറത്തേക്ക്. അതൊന്നല്ല, ആദ്യമൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ ചോറൊന്നുമില്ലേനി ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോ. ഞാൻ ഓലിമ്മേ എന്താവോ ഇത് തിന്നിട്ട് പറയണാവോ പേടിച്ച് വറച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മുതലാഴ്ചണ്ട് പാത്രമൊക്കെ ഇങ്ങനെ ബെരണ്ടി ഇങ്ങനെ നക്കി വരുന്ന അടുക്കളയിൽ. അപ്പൊ ഓ എന്തൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ട് അറിയും. എന്താണ്ടാക്കി കൊടുത്തി നമുക്ക് കഞ്ഞിയോ? അല്ല കപ്സ എല്ലാം ഇവരൊരു കാര്യം. എന്നിട്ടാണ് എന്ത് വെച്ച് തിന്നാന്ന് ചോദിച്ചപ്പോ എനിക്ക് പേടിയായിട്ടോ തിന്നാൻ. ഞങ്ങൾക്ക് എങ്ങനെ അറിയില്ലല്ലോ ഫുഡിന്റെ അത്. അടിപൊളിയാ. ബാബാക്കൊക്കെ നല്ലോണം പറ്റിയ. ബാബ ബാബ നമ്മളെ കഫീലിനെ ബാബാന്നാ വിളിച്ച. മാമ നമ്മളെ കഫീലിന്റെ പെണ്ണുങ്ങള് മുതലാളിച്ച്. ആ ചൂടുണ്ടാവൂലേ. എണ്ണം കുറയുന്നുണ്ടോ? തൊള്ളിക്ക് കൊണ്ട് ഇടക്കിടക്ക് കടിച്ചിട്ടാണ് ഇടണേ. കടിച്ചിട്ട് വലിപ്പം കുറച്ചത് ഒരു നോട്ടണ്ടേ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളെ എന്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്കാം. ഒറ്റക്കൊരു മനസ്സാവും. ഒരു കോയിനാണ് പുഴുങ്ങും. എന്നിട്ട് അത് ഫാനിന്റെ ചോട്ടിൽ വെച്ചുങ്ങാണ്ട് ഇതാക്കി ഇതേപോലെ പിച്ചി പറിച്ച് ഇതൊക്കെ ഉണ്ടാക്കി ഒക്കെ ആക്കി വെക്കുമ്പത്തിന് എത്ര നേരാവും. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞാണ് ഗൾഫിൽ ഷെഫാണ്. പട്ടിപ്പണിയായിരുന്നു ഗൈസ്. പട്ടിപ്പണിയാണെങ്കിൽ നല്ല സ്വഭാവമല്ല. ഞാനേ ഇച്ച് നിക്കാൻ കഴിയൂല. നമുക്ക് ഇങ്ങനെ എത്ര ഇടങ്ങേറില്ല പെരയിലാണെങ്കിലും നമ്മൾക്ക് അവിടെ ഉള്ള ആൾക്കാരുടെ സ്വഭാവമായാണ്ടല്ലോ നല്ലതാണെങ്കിൽ നമുക്ക് നിക്കാം. പിന്നെ ശമ്പളം കിട്ടുമ്പോഴും നിന്ന് പോകാം. ഇനിയിപ്പോ ഇടങ്ങേറില്ല പണിയാണെങ്കിലും നിന്ന് പോകാം. പൈസ കിട്ടുമ്പോ എന്താ പറഞ്ഞു പൂച്ച? അതന്നെ ഞാൻ പറഞ്ഞത്. എവിടെയാണ്? അതന്നെയാണ്. പോയി. ഓ ചിട്ടായി മാണ്ടറ കാട്ടോ ഉമ്മച്ചിക്ക് പൊന്നെ അച്ഛൻ പുരാണി മാമാമു മീ ആ ഓ അച്ഛനേ എടാ അത് എടാ നമുക്ക് വളർത്തിയാലോ? മാമാമു മീ അങ്ങനെ അതിന് പക്കറ്റ് ചെമ്പിൽ വെള്ളമുണ്ട് ചെല്ല്. തിന്നാൻ എത്ര ആണെങ്കിൽ കൊടുത്തോളൂ. ഔത്ത് കയറ്റാൻ പാടില്ല. എന്റെ കടക്കാടോ തിന്നാൻ എന്ത് നമ്മളെ തിന്നില്ലേലും പാടില്ല. കടക്ക ഉമ്മാന്റെ കടക്കാടോ ഇഞ്ഞടക്കാണ് ഉമ്മ അതിന്റെ അടിയിൽ കൂടെ സ്കോർ ചെയ്യാൻ നോക്കുക. കിടക്കാനേ അതൊരു കാര്യം. ഈ പണിയെടുക്കുക നമ്മളെ പണിയെടുക്കുക. ഉമ്മ അതിന്റെ അടിയിൽ എന്തൊക്കെയോ പറഞ്ഞു. ഉമ്മ എന്താ ഔത്തുക്ക് പുറത്ത് എത്രയും കൊടുക്കാം. ഔത്ത് കയറ്റണ്ടേ?
അത് കയറിയ മുട്ടുകാലിയെ തല്ലടിച്ചു മുട്ടുകാലല്ലേ മതി പാലും കുപ്പി പിന്നെ മരുന്ന് കുപ്പി അതൊക്കെ തന്നെ വെച്ച് നാളെ മരിച്ചു വരുമ്പോ ഉണ്ടാവുള്ളൂ. തന്നെ വേറെ ആരും മരിക്കുന്നില്ല. മരിച്ചതില്ല. ഇന്റെ ഈ എല്ലാ ഇതൊന്നേ കഴിച്ചിലാക്കണ കുറച്ചൊക്കെ എന്താണ് മുണ്ടാപ്രാണികളോട് കരുണ കാണിച്ചിട്ടാണ്. എന്താണോ എന്റെ ലിഗ്മെന്റ് പൊട്ടിയില്ലേ, ഞാൻ 2 കാലം നീച്ചിക്കണേ പായിനാണ്ടോ? തന്നെ നടക്കണ നടക്കാൻ നിക്കണ്ട അറിയോ, ലിഗ്മെന്റ് ഇല്ല ഞാൻ തീരുമാനം വന്നിട്ട് ഇതാവും അറിയോ. എന്നാലുംടാ ഈ മുണ്ടാപ്രാണികള് ഇമ്മാന്റെ കാലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണം എന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ലിഗ്മെന്റ് ഇല്ലാതെ നമ്മ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക നടക്കാൻ പറ്റൂല. കാരണം എല്ല് തീരുമാനം വന്നുകൊണ്ട് സീനാകും. ഇതിലൊന്ന് കാട്ടണം എന്നുണ്ട്, നോക്കട്ടെ ഇൻഷാല്ലാ. പിന്നെ കോയിനെ പിടിച്ചോ. അങ്ങനെ നമ്മുടെ ചിക്കന് തെക്കണ് ഇവിടെ കുഞ്ഞാന്ന് അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഇതെന്താ കാട്ടണ്ടി അമ്മ? ഇതിന് ഇത് കിടണം. ചിക്കൻ എല്ലാ ചിക്കൻ അരിക്കടല്ലേ? ചിക്കനല്ലേ ഉണ്ടാക്കണേ, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവൂലേ? നല്ലോണം ഇളക്കി കൊടുക്കല്ലേ. നല്ലോണം മിക്സ് ആക്കേണ്ടത്, നല്ലോണം മിക്സ് ആക്കണം. ആ ക്യാപ്സിക്കം കൂടി ഇട്ടാ ഇനിയിപ്പോ ഈ ക്യാപ്സിക്കം ഇല്ലെങ്കിലും പറ്റൂട്ടോ. ക്യാപ്സിക്കം വേണമെന്നൊന്നുമില്ല. ഇനി ആരെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടെങ്കിലേ ഇതില്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതെ നിൽക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. അവിടെ അകത്തേക്ക് കൊണ്ടുവരാം. അകത്തേക്ക് കൊണ്ടുവരണ്ട, അകത്ത് കൊണ്ടുവന്ന് പതുക്കെ കറക്കിക്കൊണ്ടേ കറക്കാം. ഇനി അതിക്ക് ആ മസാലകൾ എടുക്കട്ടെ. മുളക് വേണം, മഞ്ഞൾ വേണം. എരിവില്ല മുളക്, എരിവില്ല. അങ്ങനെ നമ്മള് മല്ലിപ്പൊടി എത്ര? 1 സ്പൂണ് മതി. 1 സ്പൂൺ മല്ലിപ്പൊടി ഇടല്ലേ? 1 സ്പൂണ് മുളക് പൊടി. ഞാൻ പൂജ തൊട്ട് കൈ കഴുകിയിട്ടാണ് വരുന്നത്. ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആട്ടി വിടിട്ടോ. ഇത് ഇതാണ് പെരിഞ്ജീരകപ്പൊടി, വലിയ ജീരകത്തിന്റെ പൊടി. മഞ്ഞൾ ഇടട്ടെ. മഞ്ഞളിട്ടുണ്ട് ഗൈസ്, കുറച്ചിട്ടാ മതി. നല്ല കളർ മഞ്ഞൾ നല്ല കളറില്ല. രസം ഗരം മസാലന്റെ പൊടി വിടലേ ഉണ്ടായിന്. ഗരം മസാല മരുന്ന് നമ്മളെ ഇറച്ചിക്കൊക്കെ ഇടൂലേ, ബിരിയാണിക്ക് ഇടൂലേ? ഇറച്ചി കേടാവാക്കുള്ള മരുന്ന് ഗൈസ്. അതൊന്നല്ല, പിന്നെ നമ്മൾ നല്ല പോലെ നല്ലപോലെ ഒന്ന് മിക്സ്. ഇതിപ്പോ 10 മിനിറ്റ് ആകും. ഇതൊന്ന് ഉപ്പൊക്കെ എങ്ങനെ നോക്കാൻ ഇതില് ചിക്കന്റെ കണ്ടം നോക്കി എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട്. പോടാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. അതിന്റെ ചോയും പുളിയൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാൻ പറഞ്ഞിട്ട് പച്ച ഉപ്പൊന്നുമില്ല. അതേപോലെ തന്നെ ഞങ്ങൾക്ക് എന്താണ് അത്? എന്താണ് ചാരപ്പൂവൻ? ചാരപ്പൂവനോ? ചാരക്കളർ അയക്കാറ്. ഒന്നിങ്ങോട്ട് ഇതാകട്ടെ. വേറെ ഇതിന്റെയൊക്കെ അടപ്പാണ്. നമുക്ക് അടച്ചാ പോരെ, അടപ്പ് ഇപ്പൊ എന്തായാലും അടച്ചാ പോരെ. എടാ വെന്നുകൂടിയല്ലേ നല്ല ഈ കാര്യം ഇഷ്ടം മോണ്ടാ. ആ കാര്യത്തിൽ ഇങ്ങോട്ട് യാതൊരു ചോദ്യം വേണ്ട. അവിടെ ഒരു കാര്യത്തിൽ അതിനല്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവന്ന് പൂർണ്ണ പൂച്ചാക്ക് വേറെ ഐശ്വര്യണ്ട്. അതറിയോ? നമ്മളെ എടുത്തുകൊണ്ടിനി കാണും നമ്മളെ പെരിക്ക് വന്ന് പൂർണ്ണ പൂച്ചാക്ക് ഒരു ഐശ്വര്യണ്ട്. അത് കാലാകാലം നമ്മളെ പെരി തന്നെ ഉണ്ടാവും. പോരാത്തിന് ആണാണ്, പെണ്ണല്ല. അതന്നെ പ്രസവിച്ചു കൂട്ടൂല. ഇച്ചറിയില്ല, ഇങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളി. ഞാൻ തല്ലു. അടുപ്പത്തെ ഇവിടെ ചട്ടിയിലും പാത്രത്തിലും സ്പൂണും അതും ഇതും ഇവിടെ പേരുടെ ഉള്ളിൽ നിറച്ച് ആലയാണ് ഈ കാരം. ഈ പേര ആലയാണ് ഈ കാരം. ഇന്ന റൂം ആകണോ ഇനി അടുക്കണ ഇവിടെ ആയിക്കോട്ടെ, നിന്നോടെ എടാ ദയാപൂർവ്വം നോക്കി നിൽക്കുന്നുണ്ട്. പാവടാ ഉള്ളൊക്കെ കേർത്തിയാ ചോദിച്ചണേ. ഞാനും കേർത്തേ. ഇതങ്ങനെ ആയി, ഇങ്ങനെ വെന്ത് ആയി. ഇനി നമ്മള് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഓഫാക്കും. മല്ലിച്ചപ്പിടി മല്ലിച്ചപ്പിടാൻ പോവാണെങ്കിൽ മല്ലിച്ചപ്പിടിനെ കണ്ടില്ല കേട്ടില്ല പഴയത്. ഇതേപോലെ ഇട്ട് കൊടുക്കുക. അമ്മ ഈ ആട്ടി വിടുന്നുണ്ട് ഗൈസ്, ആട്ടി വിടുന്നുണ്ട്. ഗോറ്റിയുടെ ഹോം
പല്ലിച്ചപ്പ് ഇടുക ലോകിയ മതി പുറത്തില്ല ലോകിയ മതി ഔത്തിക്കില്ല ഞാൻ വലിയ അതന്നെ ഞാൻ തച്ചിട്ടില്ലാന്ന് ഞാൻ വടി വട ഇങ്ങനെ ഇങ്ങനെ വെച്ചാണ് ഇങ്ങനെ അല്ല ഞാൻ തച്ചു ഗൈസ് പെരുമാക്ക് പൂച്ചേനെ കണ്ണിന്റെ ഏറെ കണ്ടൂടെ ഗൈസ് ആ പൂച്ചയൊക്കെയാണ് ഗൈസ് നമ്മളെ പണ്ടത്തെ ടൈം കേട്ടോ ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലിട്ടിട്ട് പൂച്ചാളൊക്കെയാണ് ഇതായിക്കൊണ്ട് നീനെ അല്ലേ നമ്മളെ സ്റ്റാർട്ടപ്പാണ് പൂച്ചാളൊക്കെ നമ്മളെ യൂട്യൂബിന്റെ എല്ലാത്തിന്റെ സ്റ്റാർട്ടപ്പാണ് പൂച്ച. പിന്നെ ഇപ്പോഴും ആൾക്കാരെന്നെ ആ മാമാമ്മ മീമി പൂച്ചന്റെ ഒരു ഇതാണ്. ഓഫാക്കി ഇങ്ങോട്ട് ഇത് ഇങ്ങനെ പൊറുക്കി തിന്നലാണ് നമ്മളെ പരിപാടി. മുട്ട പൊട്ടിച്ചിട്ട് മുട്ട പൊട്ടിച്ചേ ആ അങ്ങനെ ഐറ്റം പറഞ്ഞില്ലേ ഗായ്സ് നമുക്ക് അത് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. വേഗണ്ട പിന്നെ പച്ചച്ചോറ് വേണ്ട ഒന്നിങ്ങോട്ട് തണുക്കട്ടെ അടുപ്പത്തിച്ചിട്ട് അല്ല ഇതിലേക്ക് വേറെന്താ ചപ്പാത്തിയോ എന്തേലും പച്ചക്ക് തിന്ന അതാണല്ലോ ഫുഡ്. ഇതെങ്ങനെ തിന്നാനുള്ള ഇത് മുട്ടയില് മുട്ട പൊട്ടിച്ചിടും എന്നിട്ട് ഇത് അതിലിട്ട് കൊണ്ട് കുഴക്കും മുട്ടയില് എന്നിട്ട് നമ്മള് മറ്റേ ആ കേക്കിന്റെ പാത്രല്ലേ അതിലിങ്ങോട്ട് ഇടും എന്നിട്ട് ഒന്നടുപ്പത്തും എന്നിട്ട് ഒന്നിങ്ങോട്ട് ആവുമ്പോ മറിച്ചിടും. അപ്പൊ ഗൈസ് ദോശ റെഡി. അപ്പൊ ദോശ റെഡി. ദോശ ഒന്നല്ലടാ നീ തിന്നുമ്പോ നിങ്ങൾ കണ്ടോണ്ടി. എന്തായാലും ഗൈസ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെ പോലെ ഞങ്ങളും ഇത് എക്സൈറ്റഡ് ആണ്. എന്തായാലും ഗൈസ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അതിന്റെ ലൈറ്റ് ഒന്ന് മാറ്റാൻ പോകണം. ഇവിടെ വലിയ ക്ലിയർ ഇല്ല. ഈ ലൈറ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ക്ലിയർ കിട്ടും. ഗൈസ് നമ്മളെ TV ഇവിടെ ഉണ്ട് കേട്ടോ, സേഫ് ആണ്. ഇപ്പൊ നല്ല വെളിച്ചായില്ലേ? നല്ല വെളിച്ചുണ്ട്. മുട്ട പൊടിച്ചിട്ട് പൊട്ടിച്ചട്ടെ എന്നിട്ട് അത് ഇതിട്ട് ഇളക്കിങ്ങാണ്ട് ഇതിലോ അല്ല കുട്ടി ഇതിക്ക് പൊട്ടിക്കട്ടെ. എത്ര മുട്ട വേണം? 5 എണ്ണം. ഗൈസ് 5 മുട്ട ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇടണം. ഇതൊന്ന് മുടി പോയിട്ട് മുടി വെട്ടണം. ഗൈസ് ഞാൻ ഇന്ന് മുടി വെട്ടണ ഒരു വെറൈറ്റി ഞാൻ പിടിക്കാന്ന് കരുതി. ഉമ്മ ഞാൻ മുടിന്ന് കുറ്റിയാക്കിയാലോ, എന്താ അഭിപ്രായം? ഒരു കോലുണ്ടാവില്ലടാ. അങ്ങനെ കുറ്റിയല്ല, ഒരു മീഡിയം ഒരു ഇത്ര വലിപ്പൊക്കെ വെച്ചിട്ട് മുടി ചെറുതാക്കുക. ആരോടെയൊക്കെ ചോദിച്ചു നോക്ക്. എന്ത് കുറച്ച് വലിപ്പം കുറക്കാം. ഇതിന്റെ ഭയങ്കര വലിപ്പം ഇത് നോക്കി ഇപ്പൊ ഉണ്ട്, നോക്കി നോക്കാം ഗൈസ്. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മുടി ഇട്ടാൻ പോകുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോസിൽ ഇതിന്റെ മുടി ഇട്ടിട്ടുള്ള വീഡിയോ ഞങ്ങൾ കാണാൻ പോണത് നമുക്ക് കണ്ടുനോക്കാം. പറയാ എങ്ങനെയാണ് ചിലപ്പോ ഞാൻ ഒരു മൂലക്ക് ഇരിക്കണുണ്ടാവും, അപ്പൊ ഒക്കെ മനസ്സിലാവാ കോളായിക്കണെന്ന്. ചിലപ്പോ ആ വീഡിയോയിൽ ഉണ്ടാവില്ല. പുറത്ത് കിടക്കാൻ ഒത്തിരി വരും. ആ 5 മുട്ട നല്ലപോലെ അങ്ങനെ കാട്ടണ്ടേ. ഞാൻ ഇത് വെള്ളം സെപ്പറേറ്റ് എടുക്കേണ്ടിയിരുന്നു വേണ്ടല്ലേ. മയോണൈസ് ഉണ്ടാക്കല്ലേ ആണോ? ആ കാണാം. ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? ഞങ്ങളതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചോറിന് കൂട്ടാനോ അതോ ഇങ്ങനെ സംഭവം? ചോറിന് കൂട്ടാനൊന്നുമല്ല, ഞമ്മക്കറിയില്ല. ചിലപ്പോ ചോറിന് കൂട്ടാനാകുമോ അതും അറിയില്ല. ചോറിന് കൂട്ടാനാക്കാം. ഇതില് മധുരം ഒന്നും ഇടണില്ലല്ലോ. ആണോ? ഗൈസ് നമ്മളിത് അയക്കിടാൻ പോവുകയാണ്. ഇതിങ്ങനെ കാണുമ്പോ രസമൊക്കെ ഉണ്ട് ഗൈസ്. എന്താ അമ്മമ്മക്ക് വല്ല പൊടി ഒരു പൊടി കിട്ടിയാൽ അറിയണ്ടാണ്. ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കണ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാക്കിക്കളെ, പക്ഷെ ഇങ്ങക്കൊന്നും ഓർമ്മ ഇല്ലാത്തതാണ്. നിങ്ങള് നിക്കറ് പാത്തിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഓർമ്മയുണ്ട്. തന്നെ ഇതിങ്ങനെ എന്തും ആവൂല. ഇല്ല രസമുണ്ട്. പക്ഷെ ഒരാൾ ഉണ്ടാക്കുമ്പോ അങ്ങനെ നെഗറ്റീവ് പറയണം. അതിന് ആളെ കോൺഫിഡൻസ് ഫുള്ള് പോകും. ഞാനായിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് കോൺഫിഡൻസ് പോയി. അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിന് പറയാനില്ല. ആ ഒന്ന് തിന്ന് നോക്കി. അടുപ്പത്ത് മുട്ടല്ലേ, ആ മുട്ട വേവിച്ചല്ലേ ഇങ്ങനെ ഒരു കാര്യം തിന്നു പറയാൻ പറ്റൂലേ. എങ്ങനെയപ്പോ നമ്മളറിയണേ? നമുക്ക് നമ്മള് കാണുകയല്ലേ. ഇനി ചെലപ്പോ പറയും ഇത് തിന്നോളി, ഇതാണ് സാധനം ഇങ്ങനത്തെ തിന്നാന്ന് പറഞ്ഞാല് നമ്മള് തിന്നു. ഇത് വേണോ കൂട്ടാനത്തേക്ക് എന്തേലും ഒക്കെ വേറൊന്നുമില്ല. നോക്കാം നിങ്ങള്. ഇത് എന്തിന്റെ ഫീലറിയോ? കിട്ടണം മറ്റേ പീടിന്നൊക്കെ വാങ്ങി കഴിക്കണം എന്തോ സാധനം പോലെ. നമ്മളേ ഇത് തിന്നൂലേ സാൻഡ്വിച്ചോ? സാൻഡ്വിച്ച്
സാൻഡ്വിച്ച് സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് അപ്പൊ സാൻഡ്വിച്ച് ആരെങ്കിലും തിന്നാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് എല്ലാരും പോയി തിന്നണമെന്ന് സാൻഡ്വിച്ച് തന്നെ ഇനി പറയാ. അല്ല സാൻഡ്വിച്ച് അല്ല. അല്ല സാൻഡ്വിച്ച് അല്ല അങ്ങായിമാരെ. അടുത്ത് നമ്മൾ അടുപ്പത്ത് ചൂടാക്കാൻ പോവാണ്. കത്തിച്ചിക്കണം. അതിൽ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചണ്ടേ? ഒഴിച്ചണം. അടുപ്പത്ത് കഴിച്ച് ഇതേപോലത്തെ ഒരു ചട്ടി എടുത്തിട്ട് അത് ചൂടാക്കാൻ വെക്കുക. ചട്ടിയാണത്. കേക്ക് ഉണ്ടാക്കുന്ന ചട്ടി എടുത്തിട്ട് കൊള്ളൊന്നും വരൂല കേട്ടോ. 2 വട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ആണോ? അതിക്ക് ലേശം ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. ആണോ? കുറച്ചിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഗൈസ് കുറച്ച് വെളിച്ചെണ്ണയും മല്ലിച്ചപ്പും പുതിനയും മല്ലിച്ചപ്പും പുതിനയല്ല ഈ മുളക് ഉപ്പ് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ നമുക്ക് വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ തരുന്നുണ്ട് അല്ലേ? പച്ചക്കറി മാത്രം വാങ്ങിയാൽ മതി നമ്മള്. അരിയോ? ആ അരി പിന്നെ നമുക്ക് ഗൈസ് റേഷൻ പിടിയിൽ നിന്ന് അരി കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ റേഷൻ പിടിയിലത്തെ അരി ഇമ്മ കൂട്ടൂല. പക്ഷെ ഞങ്ങൾക്ക് 3 ആളും ഞങ്ങൾ കൂട്ടില്ല. ഇപ്പൊ കൂട്ടാത്തവരാരും ഇല്ല. ഇപ്പൊ എല്ലാരും കൂട്ടണം. റേഷനത്തെ അരിയാണ് ഗൈസ് അരി. കാരണം എന്തുണ്ടാക്കിയാലും റേഷൻ അരിയേ തിന്നാത്ത അരിയാണ് പൂച്ച. പൂച്ചക്ക് വേണ്ടിട്ട് സാധാരണ പൂച്ച റേഷൻ അരി കൊണ്ട് ചോറ് തിന്നൂല. ആ പൂച്ചന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. റേഷൻ അരി പൂച്ച കൂട്ടൂല. പക്ഷെ അമ്മക്കൊക്കെ ഉണ്ടല്ലോ ഗൈസ്, റേഷൻ അരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും മുളകും ഒഴിച്ചിട്ട് വരെ നമുക്ക് ചോറുന്നാൻ വെക്കും. ബാക്കിയുള്ള അരി പോലെ അല്ല. നോക്കട്ടെ ഗൈസ് എന്താ മട്ടാണ്. ഇതിന് പോകാനായില്ലേ? ഇത് രണ്ടായപ്പോ ഒരേ കളറ് രണ്ടെണ്ണായി. 2 സെയിം ഇട്ടോ. പോയി മണ്ടി കച്ചറ കൂടി മണ്ടി 2 സെയിം ലുക്ക്. എന്തിനാണാവോ? ഇതൊന്ന് ആലോചിച്ച് നോക്കി. 2 ഒരേ ആട്ടി വിട്ടോളി. സോയിരക്കടാവും. അത് പോയി. തിന്നാൻ കൊടുത്തതിനാ കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് വന്നു പിന്നെ ഒന്ന് വന്നു അങ്ങനെയൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരുന്നോളൂ. അപ്പൊ നമ്മളിങ്ങനെ തിന്നാൻ കൊടുക്കും. പിന്നെ ഉത്തായി, പിന്നെ കത്തിൽമല, പിന്നെ പാൽകുപ്പിയായി, പിന്നെ പേരാറെ പൂച്ചയിക്കാരോ. തുടക്കത്തിൽ തന്നെ വേണ്ട വെച്ചാല് നല്ലവർക്കൊക്കെ ഞാൻ അമ്മമാരുടെ ഭാഗത്താണ്. ഞാൻ പറയാം, നല്ല ചേർക്കൊക്കെ ആണെങ്കിൽ ഒരു പൂച്ചനെ വളർത്താം. ഇവിടെ നല്ല ചേലല്ല, അതുകൊണ്ട് വേണ്ട. അതന്നെ ഇവിടെ കുറച്ച് ഓവറാണ്. അതുകൊണ്ട് എനിക്കും നല്ല അഭിപ്രായം. കാരണം ഒരു ഡ്രസ്സ് എടുക്കാൻ നമുക്ക് പറ്റൂല. ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പൂച്ചരോമ. എവിടെ പൂച്ചരോമ ഇല്ലാത്തതെന്ന് നമുക്കറിയില്ല. ഇനി അങ്ങനെ അതിന് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം കഴിച്ച് വേണ്ടെന്നാണ്. ഈ മുറ്റത്ത് കൂടെ ഇങ്ങനെ വന്നാൽ നമ്മൾ തീറ്റ കൊടുക്കും. അതൊക്കെ നല്ല പരിപാടി തന്നെയാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ അല്ലേ അമ്മമ്മ? ഞാൻ അമ്മമാരെ ഭാഗത്താണ് അതിൽ. പൂച്ചക്ക് തിന്നാൻ കൊടുക്കണുണ്ട്. പൂച്ച വരുന്നതിന് കുഴപ്പമില്ല. ഔത്തേക്ക് പൂച്ച വേണ്ട. ഔത്ത് പൂച്ച വന്നാൽ സൂര്യക്കടാണ്. എന്താ നമുക്ക് ആദ്യം തിന്നണ്ടേ? ആകട്ടെ. നേരത്തെ കുറച്ച് ഇതാക്കിയാണ് വെച്ചു. ഇത് എത്ര മിനിറ്റ് എടുക്കും? ഇത് ഗൈസ് ഒരു അരമണിക്കൂർ നമ്മൾ വേവിച്ച. നമുക്ക് ഗൈസ് ഇതൊന്നും ആവണവര് വെയിറ്റ് ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മുടെ സാധനം റെഡി ആക്കണേ. അതിന്റെ ഇടയിൽ ഒരു ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതിന് തയ്ക്കണം. അപ്പൊ അമ്മ പറഞ്ഞത് എന്താ ഗൈസ് സംഭവം നമുക്ക് കണ്ടുപോക്കാം. ഓംപ്ലേറ്റോ കേക്കാ? അതന്നെ ചിക്കൻ കേക്ക്. ചിക്കൻ കേക്കോ? ചിക്കൻ കേക്കോ? അതെന്തിന്റെ പേര് ഉമ്മ കാണുന്നുണ്ടോ? ഇതെന്താ സാധനം? എന്താ ഞാൻ കണ്ടു. എന്താ കാട്ടണ്ട എനിക്കറിയില്ല. കോയിന്റെ എല്ലാ സാധനം ഉണ്ട്. എല്ലാം ഉണ്ട്. തിന്നല തുടങ്ങി. നോട്ടെ എന്താ തക്കാളി ഇല്ല. മുക്കൊക്കെ കേട്ടിട്ടോ. ആണോ? ഗൈസ് നമ്മൾ അവിടുത്തെ വലിയ ബൾബ് എടുത്താണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാം. സത്യം. ഇതിന്റെ പേരാണ് ചിക്കൻ കേക്ക്. ചിക്കൻ കേക്ക്. നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിക്കണോ അങ്ങനെ ഒരു കേക്കിനെ പറ്റിയിട്ട്? പറയാൻ പറ്റില്ല. ചിലപ്പോ ഞമ്മക്ക് അറിയാത്തുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് അറിയുന്ന കേസ് ചിക്കൻ കേക്കാണ് ഗൈസ്. സംഭവം കണ്ടിട്ട് രസമുണ്ട് ഗൈസ്. രസമുണ്ട്. ഇത് തിന്ന് നോക്കിയോ? എന്താ അവസ്ഥ? രസമുണ്ടോ? മുട്ടക്കോസില്ലേ? അതിന്റെ ഒപ്പം ചിക്കൻ പാടെ കൂട്ടി. അതന്നെ അല്ലേ? ഓംപ്ലേറ്റ് ആണോ? ഓംപ്ലേറ്റ് ഉമ്മ ഉണ്ടാക്കി തന്നില്ല ഇത് മുമ്പ്? ആണോ? നോട്ടെ തിന്നോക്കട്ടെ ഗൈസ് എന്താ തിന്ന്. ഉമ്മ തിന്നോക്കി. നല്ല ചൂടുണ്ടേ. ഞാനും കൂടി തിന്നോട്ടെ. രസമുണ്ട്. സത്യത്തിൽ രസമുണ്ട്. രസമുണ്ടോ അമ്മ?
രസമുണ്ട്. ചൂടുണ്ടോ? ചൂടുണ്ടോ? ഗൈസ് ചോറിന്റെ ഒപ്പം കൂട്ടാനും നല്ല പറ്റുക ഇത് നമുക്ക് വെറുതെ കുത്തന്നെ തിന്നാലേ? നന്നായി കേട്ടോ. ഇങ്ങനെ തരുന്നാലും തിന്നാ. മയോണൈസും ചപ്പാത്തിയും കൂടി കൂട്ടി തിന്നാണ് നല്ല രസം. ചപ്പാത്തിന്റെ കൂടെ ഇല്ല. വീട്ടിലൊക്കെ വരുമ്പോ ഉണ്ടാക്കണം. ആന്ന് നമ്മളെ പെരീക്കൊക്കെ ആരെങ്കിലും ഒക്കെ വരുമ്പോ ഗൈസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു. അല്ലെങ്കിൽ നോമ്പിനൊക്കെ ഉണ്ടാക്കണം അല്ലേ? എന്തായാലും ഗൈസ് സാധനം സെറ്റായി, നല്ല രസമുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി തിന്നോക്കെ. എന്നിട്ട് കമന്റ് പറയും. നമ്മക്ക് തന്നെ വളർച്ചയുണ്ടെങ്കിൽ 10-15 മുട്ടയ്ക്കുള്ള സാധനങ്ങളൊക്കെ കാണും. ആണോ? നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇത് നമ്മള് ഉച്ചക്ക് കഞ്ഞി കുടിച്ചല്ലേ, അപ്പൊ എല്ലാരും പൈസ സമയല്ലേ. അപ്പൊ ഇതെന്താ നല്ല ചായ കുടിച്ച പോലെ. നമുക്ക് എന്താ സംഭവം കുറച്ചുകൂടി മാണഞ്ഞില്ലേ? കുറച്ചുകൂടി വേണം പള്ളാണെങ്കിലും. തികഞ്ഞില്ലേ അത്? ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചോറുന്നല്ലോ. അതെ, ഇപ്പൊ തന്നെ മൈലി ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മളെന്തായാലും ഒരു 10-9 മണിയൊക്കെ ആവും ഞങ്ങൾ ഇവിടെ ചോറ് കഴിക്കണമെങ്കിൽ. അതെ നിങ്ങൾ അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടോ. അതെ, നിങ്ങൾ അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അപ്പൊ ഗൈസ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ ഫുഡ് ബ്ലോഗ്. അതെ, അത് ഗൈസ് കുറെ ആൾക്കാർ പറഞ്ഞു ഫുഡ് ബ്ലോഗ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ എല്ലാരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിക്കണേ. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിക്കണേ, അവർക്കതൊന്നും ഓർമ്മയില്ല. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അമ്മ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും അല്ലേ മമ്മ? എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നന്റെ വകടാ, ടാറ്റ ഗൈസ്. ടാറ്റ, ബൈ ബൈ, സീ യു. മമ്മ ഒരു ടാറ്റയും കൂടി കൊടുത്തേ.